വളരെ പ്രസിദ്ധനായ പ്രമുഖനായ ആൽബർട്ട് ഐൻസ്റ്റീൻ ഈ ലോകത്ത് ഒരു പ്രബന്ധം അവതരിപ്പിക്കുകയുണ്ടായി. ആ പ്രബന്ധത്തിൽ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്: ഈ ലോകം നശിക്കത്തില്ല, ഈ ലോകം സ്ഥിരമുള്ളതാണ്, ഈ ലോകത്ത് എന്നേക്കും ജീവിക്കുവാൻ യോഗ്യമായ ഒരു കാലാവസ്ഥയാണ് ഈ ലോകത്തുള്ളത്. ഈ പ്രമുഖനായ മനുഷ്യൻ പറഞ്ഞതല്ലേ, ഇദ്ദേഹം പറഞ്ഞ തിയറി ശരിയാണെന്ന് ലോകം അംഗീകരിച്ചു. ഒരു കൂട്ടം ശാസ്ത്രജ്ഞന്മാർ ഇത് അംഗീകരിക്കുകയുണ്ടായി. അവർ പറഞ്ഞു, ശരിയാണ്, ആൽബർട്ട് ഐൻസ്റ്റീൻ പറഞ്ഞത് ശരി തന്നെയാ, ഈ ലോകം ഒരിക്കലും നശിക്കത്തില്ല. എന്നാൽ കാലം കഴിഞ്ഞ് 2022 കാലം എത്തിയപ്പോൾ രണ്ട് യുവ വ്യക്തികൾ ഈ ലോകത്ത് മറ്റൊരു പ്രബന്ധം അവതരിപ്പിക്കുകയുണ്ടായി. ഇതിൻ്റെ അകത്ത് ആൽബർട്ട് ഐൻസ്റ്റീൻ്റെ പ്രബന്ധത്തെ നിഷ്ഠൂർണം വെട്ടിക്കളഞ്ഞുകൊണ്ട് ഒരു പ്രബന്ധം അവതരിപ്പിക്കപ്പെട്ടു. അതിൽ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്: ഈ ലോകം താൽക്കാലികം മാത്രമാണ്, ഈ ലോകം നശിക്കും, ഈ ലോകത്തിന് അധികം ആയുസില്ല. ഈ പ്രബന്ധത്തെ ലോകം മുഴുവനും ശരിവെച്ചു. അതിന് നോബൽ സമ്മാനവും ലഭിക്കുവാനിടയായി. നോക്കണം, ഇത് അന്ന് ഐൻസ്റ്റീൻ പറഞ്ഞത് തെറ്റിപ്പോയി എന്ന് ഇന്ന് ലോകമറിഞ്ഞു. എന്നാൽ തെറ്റിപ്പോകാത്തൊരു സത്യം ബൈബിളിൽ പറഞ്ഞിരിക്കുന്നത്, അപ്പോസ്തലനായ പൗലോസ് ഒരു കാര്യം പറഞ്ഞിരിക്കുക: ഈ ലോകം താൽക്കാലികമാ, ഈ ലോകം നശിക്കുന്നതാ, ഈ ലോകം ഒരിക്കലും സ്ഥിരമുള്ളതല്ല എന്ന് 2000 വർഷങ്ങൾക്ക് മുമ്പ് തന്നെ അപ്പോസ്തലനായ പൗലോസ് ഈ സത്യത്തെക്കുറിച്ച് ഈ ലോകത്തോട് വിളിച്ചു പറഞ്ഞതാ.